പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് അഥവാ താരൻ. ഇതിനായി പല ചികിത്സകൾ എടുത്താലും മിക്ക ആളുകളിലും ഇത് പൂർണ്ണമായിട്ട് മാറാറില്ല. ഏത് ചികിത്സ എടുക്കുന്നതിന് മുന്നേയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡാൻഡ്രഫ് പല തരത്തിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങളും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഡ്രൈ ഡാൻഡ്രഫ്. വെളുത്ത ചെറിയ പൊടി പോലെ കാണപ്പെടുന്ന ഈ ഡാൻഡ്രഫ് ഉണ്ടാവുന്നത് നമ്മുടെ സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആവുന്ന മൂലമാണ്. വരണ്ട കാലാവസ്ഥ, ഡീഹൈഡ്രേഷൻ, അതുപോലെ സോപ്പിൻ്റെയും ഷാമ്പുവിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതിന് കാരണമാകാറുണ്ട്. രണ്ടാമത്തേത് ഓയിലി ഡാൻഡ്രഫ്. മഞ്ഞ നിറത്തിൽ അല്പം കൂടി വലിപ്പമുള്ള ഫ്ലേക്സ് പോലെ കാണപ്പെടുന്ന ഈ ഡാൻഡ്രഫിൻ്റെ കാരണം നമ്മുടെ സ്കാൽപ്പിൽ കൂടുതലായിട്ട് ഓയിൽ അല്ലെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മെലാസിസ് എന്നറിയപ്പെടുന്ന ഫംഗസിൻ്റെ പ്രസൻസ് ഇത് കൂടുതൽ വഷളാക്കാറുണ്ട്. മൂന്നാമത്തേത് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻഡ്രഫ്. സോറിയാസിസ്, എക്സിമ, സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളും ഡാൻഡ്രഫിന് കാരണമാകാറുണ്ട്. നാലാമത്തേത് നമ്മുടെ ഗട്ടിൽ കാൻഡിഡ എന്നറിയപ്പെടുന്ന ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് മൂലമുണ്ടാകുന്ന ഡാൻഡ്രഫ്. ഈ ഫംഗസിൻ്റെ പ്രധാന ഭക്ഷണം മധുരമായതുകൊണ്ട് തന്നെ മധുരം കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഈ പ്രശ്നം കൂടുതൽ വഷളായി കാണാറുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഡാൻഡ്രഫാണ് നിങ്ങൾക്കുള്ളത്, അതുപോലെ ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ചികിത്സിച്ചാൽ മാത്രമാണ് ഈ അസുഖം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുകയുള്ളൂ.